ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഭരണനിർവഹണം, സുതാര്യത, നവീകരണം എന്നിവയിൽ ഇന്ത്യ പുതിയ മാനദണ്ഡങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷങ്ങൾക്ക് കാസർഗോഡ് തുടക്കമായി. ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള കരുത്താണ് ജനങ്ങളുടെ ഐക്യവും നാടിന്റെ ഒരുമയുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട് പരൂർക്കുന്ന് പുനരധിവാസ മേഖലയിലെ 123 പട്ടികവർഗ കുടുംബങ്ങൾക്ക് പുതിയ വീടൊരുങ്ങി. താക്കോൽ കൈമാറ്റം നാളെ മുഖ്യമന്ത്രി നിർവഹിക്കും. മുതലപ്പുഴി അഴിമുഖത്തെ മണൽ നീക്കം സംബന്ധിച്ച് പ്രതിഷേധം രൂക്ഷം. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. സൂപ്പർ കപ്പ് ഫുട്ബോളിൽ ഗോകുലം കേരള ഇന്ന് ഗോവയെ നേരിടും. വാർത്തകൾ വിശദമായി. അടുത്ത 1000 വർഷത്തെ ഇന്ത്യയുടെ ഭാവി രൂപപ്പെടുത്താൻ കഴിയുന്നതാണ് ഇന്ന് രാജ്യത്ത് നടപ്പാക്കുന്ന നയങ്ങളും എടുക്കുന്ന തീരുമാനങ്ങളുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭരണനിർവഹണം, സുതാര്യത, നവീകരണം എന്നിവയിൽ ഇന്ത്യ പുതിയ മാനദണ്ഡങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 17ാമത് ദേശീയ സിവിൽ സർവീസസ് ദിനാചരണത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ രാജ്യത്തെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിവിധ വിഭാഗങ്ങളിലായി പൊതുഭരണ രംഗത്തെ മികവിനുള്ള പുരസ്കാരങ്ങളും പ്രധാനമന്ത്രി സമ്മാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളും സൗദി അറേബ്യ സന്ദർശിക്കും. നാളെ ജിദ്ദയിലെത്തുന്ന പ്രധാനമന്ത്രി സാമ്പത്തിക, പ്രതിരോധ, സാംസ്കാരിക മേഖലയിലെ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുള്ള ചർച്ചകളിൽ പങ്കെടുക്കും. ഇന്ത്യ സൗദി സൌഹൃദത്തിൽ പുതിയൊരു ചുവടുവയ്പാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനമെന്ന് ജിദ്ദയിലുള്ള പ്രവാസി മലയാളിയും മാധ്യമപ്രവർത്തകനുമായ മുസാഫർ പറഞ്ഞു. ഇന്ത്യ സൗദി സൗഹൃദത്തിന് പുതിയൊരു കാൽവെപ്പ് കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഐതിഹാസികമായ ഈ സന്ദർശനം. ഇന്ത്യ സൗദി ബന്ധങ്ങളിൽ വാണിജ്യപരമായും നയതന്ത്രപരമായും രാഷ്ട്രീയമായും സാംസ്കാരികമായുമുള്ള കൊടുക്കൽ വാങ്ങലുകൾ കൂടുതൽ പുഷ്ടിപ്പെടുത്തുന്നതിനും കൂടുതൽ വാണിജ്യ കരാറുകൾ ഒപ്പിടുന്നതിനും സുരക്ഷ, ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ രണ്ട് ഉഭയകക്ഷി ചർച്ചകൾ കൂടുതൽ വിപുലപ്പെടുത്തുന്നതിനും ബന്ധം കൂടുതൽ സുദൃഢമാക്കുന്നതിനുമുള്ള സന്ദർശനം കൂടിയായിരിക്കും ഇത് എന്ന് സൗദി അറേബ്യയിലെ ആതിഥേയത്വം സ്വീകരിച്ചുകൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെ ഈ വരവ് ഒരുപാട് പ്രതീക്ഷകളും പ്രത്യാശകളും ഇരു രാജ്യങ്ങളിലെയും പ്രവാസികൾക്കും നൽകുന്നുണ്ട് എന്നതാണ് സത്യം. പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ വെല്ലുവിളികൾക്കിടയിലും ജനപിന്തുണയോടെ സംസ്ഥാനത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനങ്ങളുടെ ഐക്യം, നാടിന്റെ ഒരുമ എന്നിവ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള കരുത്തായി മാറിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ 2ാം വട്ടം അധികാരത്തിലെത്തിയ മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷങ്ങളുടെയും എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെയും സംസ്ഥാനതല ഉദ്ഘാടനം കാസർഗോഡ് കാലിക്കടവ് മൈതാനത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യവും ലോകവും ആശ്ചര്യത്തോടെയാണ് കേരളത്തെ നോക്കിക്കണ്ടത്. എങ്ങനെ ഈ രീതിയിൽ അതിജീവിക്കാനായി? ഒരു കാരണം മാത്രമേ അതിനുള്ളൂ. നമ്മുടെ നാടിന്റെ ഒരുമ, ജനങ്ങളുടെ ഐക്യം ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള കരുത്തായി മാറുകയായിരുന്നു. വിവിധ കാര്യങ്ങളിൽ രാജ്യത്തിന്റെ മുന്നിൽ നമ്പർ 1 എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന് കേന്ദ്ര ഗവൺമെന്റിന്റേതായ അവാർഡുകൾ ഒന്നിനു പുറകെ ഒന്നായി കേന്ദ്രത്തിന് തന്നെ നൽകേണ്ടി വന്നു. വിവിധ മേഖലകളിൽ രാജ്യത്തിന് തന്നെ മാതൃകയാകാൻ കേരളത്തിന് കഴിഞ്ഞതായി മുഖ്യമന്ത്രി പറഞ്ഞു. റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രിമാരായ KN ബാലഗോപാൽ, K കൃഷ്ണൻകുട്ടി, AK ശശീന്ദ്രൻ, V അബ്ദുറഹ്മാൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. വയനാട് പരൂർക്കുന്ന് പുനരധിവാസ മേഖലയിലെ ഭൂരഹിതരായ 123 പട്ടികവർഗ കുടുംബങ്ങൾക്കായി നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറ്റം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ചടങ്ങ്. പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളുടെ പ്രകാശനവും സംസ്ഥാനതല വിതരണോദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കഴിഞ്ഞ വർഷം പരിഷ്കരിച്ച 1, 3, 5, 7, 9 ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളും ഈ വർഷം പരിഷ്കരിക്കുന്ന 2, 4, 6, 8 ക്ലാസുകളിലെ പുസ്തകങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്യും. 10ാം ക്ലാസ്സിലെ പുതുക്കിയ പാഠപുസ്തകങ്ങൾ 9ാം ക്ലാസ് പരീക്ഷ അവസാനിക്കും മുൻപ് കുട്ടികൾക്ക് നൽകിയിരുന്നു. 1ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുത്ത ഡയറി കുറിപ്പുകൾ ഉൾപ്പെടുത്തിയ പുസ്തകവും മുഖ്യമന്ത്രി മറ്റന്നാൾ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്യും. രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പ്രതികരണങ്ങളും പുസ്തകത്തിലുണ്ട്. മുൻ വിദ്യാഭ്യാസ മന്ത്രി MA ബേബിയാണ് വിദ്യാകിരണം മിഷൻ പുറത്തിറക്കുന്ന പുസ്തകം പരിചയപ്പെടുത്തുന്നത്. സഹകരണ എക്സ്പോയുടെ 3ാം പതിപ്പിന് തിരുവനന്തപുരത്ത് തുടക്കം. കനകകുന്നിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശന വിപണന മേളയുടെ ഔപചാരിക ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ നിർവഹിക്കും.
260 സ്റ്റാളുകളിലായി 400-ലേറെ സഹകരണ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ഒരുക്കിയിട്ടുണ്ട്. വിവിധ വിഷയങ്ങളിൽ 12 സെമിനാറുകളും എക്സ്പോയുടെ ഭാഗമായി സംഘടിപ്പിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. മുതലപ്പൊഴിയിൽ മണൽ നീക്കം സംബന്ധിച്ച് മത്സ്യത്തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിക്കാനും സംഘർഷമുണ്ടാക്കാനും പ്രതിപക്ഷം ഗൂഢാലോചന നടത്തിയതായി മന്ത്രി വി ശിവൻകുട്ടി. നിലവിൽ ലഭ്യമായ ഡ്രഡ്ജറും JCBകളും ഉപയോഗിച്ച് മുതലപ്പൊഴിയിൽ മണൽ നീക്കം പുരോഗമിക്കുകയാണെന്ന് മന്ത്രി വ്യക്തമാക്കി. തുറമുഖ വികസന പദ്ധതികൾ ആരംഭിക്കുന്നതിനും മണൽ നീക്കം അനിവാര്യമാണെന്ന് മന്ത്രി വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. അതേസമയം മുതലപ്പൊഴി പ്രശ്നത്തിൽ വി ശശി MLAയുടെ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു. വിഷയത്തിലുള്ള നിഷ്ക്രിയത്വം അവസാനിപ്പിക്കണമെന്നും പ്രശ്നപരിഹാരത്തിന് MLA മുൻകൈയെടുക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടെ മത്സ്യബന്ധന തുറമുഖമായ മുതലപ്പൊഴി അഴിമുഖത്തെ മണൽ നീക്കുന്നതിനായി കണ്ണൂർ അഴീക്കലിൽ നിന്നും ഡ്രഡ്ജർ പുറപ്പെട്ടു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ഇന്ന് രാവിലെ 5 മണിയോടെയാണ് ഡ്രഡ്ജർ അഴീക്കലിൽ നിന്ന് പുറപ്പെട്ടത്. പ്രത്യേക ടഗ് ഉപയോഗിച്ച് കെട്ടിവലിച്ചാണ് ഡ്രഡ്ജർ കൊണ്ടുപോകുന്നത്. അഴീക്കൽ തുറമുഖത്ത് ആഴം കൂട്ടാൻ കൊണ്ടുവന്ന വിദേശ നിർമ്മിത കട്ടർ സക്ഷൻ ഡ്രഡ്ജറാണ് മുതലപ്പൊഴിയിലേക്ക് എത്തിക്കുന്നത്. വലിയ ചരക്ക് കപ്പലുകൾ അഴീക്കലിൽ എത്തിക്കുന്നതിനായാണ് കപ്പൽചാലിന്റെ ആഴം കൂട്ടുന്നതിനുള്ള നടപടികൾ ഇവിടെ ആരംഭിച്ചത്. കാലാവസ്ഥ അനുകൂലമായാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഡ്രഡ്ജർ മുതലപ്പൊഴിയിലെത്തും. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്ന വികസിത കേരളം കൺവെൻഷനുകൾക്കും ജില്ലാ നേതൃയോഗങ്ങൾക്കും തുടക്കമായി. രാവിലെ തൃശൂർ ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ വികസിത കേരളം കൺവെൻഷൻ നടന്നു. ഉച്ചകഴിഞ്ഞ് തൃശൂർ കൊടുങ്ങല്ലൂർ SN പുരത്തും കൺവെൻഷൻ നടക്കും. ഇന്നു മുതൽ അടുത്ത മാസം 10 വരെയാണ് പരിപാടികൾ. കൺവെൻഷനുകളിൽ BJPയുടെ മിഷൻ 2025 സംസ്ഥാന അധ്യക്ഷൻ അവതരിപ്പിക്കും. PGയിലെ കേരള വനം വികസന ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുൻ ഡയറക്ടറും വിഖ്യാത ജന്തുശാസ്ത്രജ്ഞനുമായ ഡോക്ടർ KSS നായരുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. പരിസ്ഥിതിയെയും ജീവലോകത്തെയും കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും തന്റെ കണ്ടെത്തലുകൾ സമൂഹ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തുകയും ചെയ്ത വ്യക്തിയായിരുന്നു ഡോക്ടർ KSS നായരെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. കൊൽക്കത്തയിൽ രാത്രി 7:30 മത്സരം. സൂപ്പർ കപ്പ് ഫുട്ബോളിൽ ഗോകുലം കേരള ഇന്ന് ഗോവയെ നേരിടും. ഭുവനേശ്വറിൽ വൈകിട്ട് 4:30 മത്സരം. ലീഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അതേ സംഘം തന്നെയാകും ഗോകുലത്തിനായി സൂപ്പർ കപ്പിലും കളത്തിൽ ഇറങ്ങുക. 24 പേരുടെ സ്ക്വാഡിൽ 10 മലയാളി താരങ്ങളുണ്ട്. വേനലവധിക്കാലത്ത് ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സന്ദർശകരുടെ ഒഴുക്ക്. 2 ലക്ഷത്തിലധികം സഞ്ചാരികളാണ് കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ ഇടുക്കിയിലെത്തിയത്. തിരക്ക് കണക്കിലെടുത്ത് പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ DTPCയുടെയും പോലീസിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ പ്രത്യേക ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മധ്യവേനലവധിക്കായി അടച്ചതു മുതൽ തന്നെ ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ തിരക്ക് വർദ്ധിച്ചിരുന്നു. കഴിഞ്ഞ 5 മുതൽ 18 വരെ 1,91,487 പേർ DTPCയുടെ നിയന്ത്രണത്തിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ചു. വാഗമൺ അഡ്വഞ്ചർ പാർക്കിലാണ് കൂടുതൽ സഞ്ചാരികൾ എത്തിയത്. പാഞ്ചാലിമേട്, ഇടുക്കി ഹിൽവി പാർക്ക്, ശ്രീനാരായണപുരം, അരുവിക്കുഴി, മാട്ടുപ്പെട്ടി, ആമപ്പാറ എന്നിവിടങ്ങളിലും ഒട്ടേറെ പേർ സന്ദർശനം നടത്തി. ഇതിനു പുറമെ പരുന്തുംപാറ, കാൽവരി മൗണ്ട്, അഞ്ചുരുളി, മലങ്കര ഡാം, തൊമ്മൻകുത്ത് എന്നിവിടങ്ങളിലും സന്ദർശകർ കൂടുതലായി എത്തുന്നുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 979 പോയിന്റ് ഉയർന്ന് 79,532-ലും ദേശീയ സൂചിക നിഫ്റ്റി 313 പോയിന്റ് നേട്ടത്തോടെ 24,164-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. ഗ്രാമിന് 70 രൂപ വർദ്ധിച്ച് 9,015 രൂപയും പവന് 72,120 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണനിർവഹണം, സുതാര്യത, നവീകരണം എന്നിവയിൽ ഇന്ത്യ പുതിയ മാനദണ്ഡങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷങ്ങൾക്ക് കാസർഗോഡ് തുടക്കമായി. ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള കരുത്താണ് ജനങ്ങളുടെ ഐക്യവും നാടിന്റെ ഒരുമയുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട് പരൂർക്കുന്ന് പുനരധിവാസ മേഖലയിലെ 123 പട്ടികവർഗ കുടുംബങ്ങൾക്ക് പുതിയ വീടൊരുങ്ങി. താക്കോൽ കൈമാറ്റം നാളെ മുഖ്യമന്ത്രി നിർവഹിക്കും. മുതലപ്പൊഴി അഴിമുഖത്തെ മണൽ നീക്കം സംബന്ധിച്ച് പ്രതിഷേധം രൂക്ഷം. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. സൂപ്പർ കപ്പ് ഫുട്ബോളിൽ ഗോകുലം കേരള ഇന്ന് ഗോവയെ നേരിടും.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.